ഹലോ ഗൈസ്, എല്ലാവർക്കും AK വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പുതിയ കണ്ടന്റ് കൂടി പറഞ്ഞായിരുന്നു, എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് പുതിയ അഡ്മിനെ ആക്സസ് ചെയ്യുക എന്നുള്ള പരിപാടി. അപ്പോൾ അഡ്മിൻ ആക്സസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അഡ്മിൻ ആക്സസ് ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പേജിലേക്ക് പുതിയൊരു അഡ്മിൻ്റെ ആവശ്യകത വരികയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ പോസ്റ്റ് ചെയ്യാനോ ഒക്കെ പുതിയൊരു അഡ്മിൻ്റെ ആവശ്യകത വരികയാണെങ്കിൽ അതിന് അയാൾക്കുള്ള റൈറ്റ് കൊടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ അഡ്മിൻ ആക്സസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അഡ്മിൻ ആക്സസ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ പേജിലേക്ക് പുതിയ അഡ്മിൻ ആക്സസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിങ്സ് കൂടി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ ന്യൂ പേജ് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ പേജ് ആക്സസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനിലേക്കാണ് വരുന്നത്. ഈ പേജ് ആക്സസിനകത്ത് ആഡ് ന്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ആരെയാണ് വേണ്ടത് അയാളുടെ പേര് നമ്മൾ സെർച്ച് ചെയ്യാം. അയാളുടെ പേര് സെർച്ച് ചെയ്തിട്ട് ഇവിടെ അലോ ദിസ് പേഴ്സൺ ടു ഹാവ് ഫുൾ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് ഗ്രൂപ്പിലുള്ള എല്ലാ പരിപാടിയും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, ഒരു റൈറ്റ് നമ്മൾ കൊടുക്കുകയാണ്. അയാൾക്ക് നമ്മളെ വരെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്, ഒരു പദവി കിട്ടുവാണ്. നമ്മൾ ഇയാൾക്ക് ഈ ഒരു അലോ ദിസ് പേഴ്സൺ ടു ഹാവ് ഫുൾ കൺട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷെ നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെ ഒരാളെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അയാൾക്ക് നമ്മൾ അവിടെ പോസ്റ്റ് ഇടാനും പോസ്റ്റിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഒരു ഫ്രീഡം മാത്രം നമ്മൾ കൊടുത്താൽ മതി. സോ നമ്മൾ അയാളെ ഗീവ് ആക്സസ് മാത്രം കൊടുത്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന അലോ ദിസ് പേഴ്സൺ ടു ഹാവ് ഫുൾ കൺട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഓഫ് ആക്കി ഇടുക, അതിന് ഗീവ് ആക്സസ് കൊടുക്കുക. ദെൻ നമ്മൾ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ കൺഫേം കൊടുത്തു. അപ്പോൾ അയാൾക്ക് ഇവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ ചെല്ലും. അയാൾ അവിടെ ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഈ പേജിലേക്കുള്ള അഡ്മിൻ ആക്സസ് ലഭിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക, ആ ഫേസ്ബുക്ക് പേജിൽ എങ്ങനെയാണ് വേറൊരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് അഡ്മിൻ ആക്സസ് നൽകുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.